തലസ്ഥാനത്ത് നാടിന് നടുക്കി 23 വയസ്സുകാരൻ ചെയ്ത ക്രൂരമായ കൂട്ടക്കൊല. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പേരുമല സ്വദേശിയായ അഫാൻ എന്ന യുവാവാണ് സ്വന്തം വീട്ടുകാരെ കത്തികൊണ്ട് കുത്തുകയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയത്. യുവാവ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കൊല ചെയ്ത വിവരം പോലീസിനെ അറിയിച്ചത്. 3 സ്ഥലങ്ങളിൽ ചെന്നാണ് ഇയാൾ ബന്ധുക്കളെ കൊലപ്പെടുത്തിയത്. പേരുമനയിലെ സ്വന്തം വീട്ടിൽ താൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഫർസാന എന്ന പെൺകുട്ടിയെയും തന്റെ അനിയൻ അഫ്സാനെയും കൊലപ്പെടുത്തി. പാങ്ങോട് ചെന്ന അച്ഛൻ്റെ മാതാവ് സൽമ ബീവിയെയും ചുള്ളാളത്ത് ചെന്ന പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെയും പ്രതി കൊലപ്പെടുത്തിയെന്ന വിവരം പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ ആക്രമണത്തിൽ മാതാവ് ഷെമിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊലയ്ക്ക് ശേഷം പ്രതി വീട്ടിലെ ഗ്യാസ് തുറന്നിട്ടിരുന്നു. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഇത് നിയന്ത്രണ വിധേയമാക്കിയ ശേഷമാണ് പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തിയത്. പ്രതിയെ ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. അഫാൻ ഫർസാനെ വിളിച്ചിറക്കി കൊണ്ടുവന്നതിൽ വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് സൂചന. തനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. അരുംകൊലയ്ക്ക് ശേഷം താൻ എലിവിഷം കഴിച്ചെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രതി ലഹരിക്ക് അടിമയാണെന്നും പോലീസ് പറഞ്ഞു. അഫാൻ പിതാവിൻ്റെ കൂടെ വിദേശത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയ പ്രതി നാട്ടിൽ വന്ന ശേഷമാണ് പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. പ്രതിയുടെ അമ്മ ക്യാൻസർ രോഗിയാണ്. അഫാന്റെ സഹോദരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. രാവിലെ 10 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയിലാണ് കൊലപാതകം നടത്തിയതെന്നറിയുന്നു. അത്യന്തം വേദനാജനകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. കളിക്കാൻ വരും, എന്റെ അടുത്ത് എക്സാം എഴുതിയത്. എന്നിട്ട് നമുക്ക് 4 മണി വരെ ഉണ്ടായിരുന്നു, അവർക്ക് 3 മണി വരെ. അല്ല, നമുക്ക് 3 മണി വരെ ഉണ്ടായിരുന്നു, അവർക്ക് 4 മണി വരെ. അവർ നേരത്തെ പോയി. നമ്മൾ എക്സാം ആണല്ലായിരുന്നു. പിന്നെ ആരും ഒന്ന് വിളിച്ചോളാം അറിയാൻ വയ്യ. എല്ലാം കഴിഞ്ഞ് പ്രതി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. വണ്ടിയൊക്കെ വന്നതിന് ശേഷം അവരാരും അറിഞ്ഞില്ലായിരുന്നു. വീട് പൊട്ടിയിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. ഉമ്മയ്ക്ക് ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു, കണ്ണിന് ചെറുതായിട്ട്. അല്ല, വേറെ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കളിക്കാനൊക്കെ വിളിക്കാൻ ഇല്ല. കാക്കായിട്ട് ഒരു അമ്മനെ കാണുമ്പോ ഒന്ന് വീണ്ടും സംസാരിക്കും. ഇടയ്ക്കിടയ്ക്കാണ് പറഞ്ഞത്. വലുതായിട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. വീട്ടിലാണ്.